നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ ഏറെ ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കം. ഇപ്പോഴിതാ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ മേയർ ആര്യ രാജേന്ദ്രനെ എതിർത്ത് നിന്നവർ ഇപ്പോൾ പിന്തുണയ്ക്കുന്ന സാഹചര്യമൊക്കെ തന്നെ പലയിടങ്ങളിലുമുണ്ട്. അതിൽ പ്രധാനമായി മുരളി തുമാരുകുടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുകയാണ്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: പൊൻകിരണങ്ങൾ ഇനിയും വരും. റോഡിലെ മോശമായ പെരുമാറ്റം ഒരു പാറ്റേൺ ആക്കാനാണ് സാധ്യത എന്നും ഉദാഹരണങ്ങൾ വീണ്ടും വരുമെന്ന് ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ മനോരമ റിപ്പോർട്ട് ശ്രദ്ധിക്കുക. തൃശൂരിൽ നിന്ന് യാത്ര തുടങ്ങി പാളയം എത്തുന്നതുവരെ പലതവണയായി യദു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. ബസ് നിർത്തിയിട്ട് വിശ്രമിച്ചത് 10 മിനിറ്റിൽ താഴെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഫോൺ പിടിച്ചുകൊണ്ടായിരുന്നു യദുവിന്റെ ഡ്രൈവിംഗ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാതായതിലും പോലീസിന്റെ സംശയം യദുവിലേക്കാണ് നീങ്ങുന്നത്. പുലിവാല വിട്ട മട്ടാണ് മനോരമ ഓൺലൈൻ എന്നാണ് ഇപ്പോൾ തുമാരുകുടി പറയുന്നത്. മറ്റുള്ള തോമസ് കുട്ടിമാർ എപ്പോഴാണ് കണ്ടം വഴി ഓടുക എന്ന് തുടങ്ങിയ ചോദ്യങ്ങളും തുമാരുകുടി പറയുന്നുണ്ട്. നേഷൻ വാണ്ട്സ് ടു നോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമുക്ക് ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: മാധ്യമങ്ങൾ പിടിച്ച പുലിവാല്. അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാരോപിച്ച് KSRTC ഡ്രൈവർ തിരുവനന്തപുരത്തെ മേയർ ചോദ്യം ചെയ്ത കാര്യത്തിൽ ഡ്രൈവറെ ന്യായീകരിക്കാനും മേയറെ കുറ്റപ്പെടുത്താനുമുള്ള കൂട്ടായ ശ്രമമാണ് ആദ്യം തന്നെ മാധ്യമങ്ങളിൽ നിന്നും ഉണ്ടായത്. ഇതിനെ പിന്തുടർന്ന് ഡ്രൈവർ ഫാൻ ക്ലബ്ബുകൾ ആർമിയും ഉണ്ടാകുന്നു. പിന്നീട് ഡ്രൈവറിൽ നിന്നും സമാന അനുഭവമുള്ള മറ്റൊരാൾ രംഗത്ത് വരുന്നു. ഡ്രൈവർ പറയുന്നത് ചിലത് വസ്തുതാവിരുദ്ധമാണ് എന്ന് തെളിവ് വരുന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പയർ അഞ്ഞാഴിയും ബൊബ്ബയും ഒക്കെ അടിക്കുകയാണ് കാണുന്നത്. ഇതൊരു പാറ്റേൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. 2 കേസിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയും അനുഭവസ്ഥൻ മുന്നോട്ട് വരും. മാധ്യമങ്ങൾക്ക് ഇതൊരു പുലിവാലായി മാറും. ഏറെ ഇകഴ്ത്തി കാണിക്കാൻ ഊതി വീർപ്പിച്ച ഇര പാരയായി മാറും. ഇപ്പോൾ വിടാനും വയ്യ, വിടാതിരിക്കാനും വയ്യ. ഒട്ടും നാണിക്കേണ്ട. തെറ്റു മനസ്സിലാക്കി പുലിയുടെ വാലിൽ നിന്നും ആദ്യം വിടുന്നവർക്ക് വലിയ നാണക്കേടില്ലാതെ രക്ഷപ്പെടാം. വെൻ ഷിറ്റ് ഹിറ്റ്സ് ദ ഫാൻ എന്നൊരു ഇംഗ്ലീഷ് പ്രയോഗമുണ്ട്. അതാണ് വരാൻ പോകുന്നത്. ബാക്കിയുള്ളവർക്ക് ന്യൂസ് റൂമിൽ അഭിഷേകമായിരിക്കും. മുരളി തുമാരുകുടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് നിർത്തുന്നത്. അപ്പോൾ ഈ 2 പോസ്റ്റും കൃത്യമായി തന്നെ ഡ്രൈവറെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷേ ഇതിൽ രണ്ടിലും തന്നെ ഈ എന്താണ് മേയർ ആര്യ രാജേന്ദ്രൻ കാണിച്ചത്, അല്ലെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നും എന്താണ് ഉണ്ടായിരിക്കുന്നത്, അതിനെക്കുറിച്ച് ഒരിടത്തും ഒരു തരത്തിലുള്ള പരാമർശവും ഇല്ല എന്നുള്ളതാണ്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള കമന്റുകളും എതിർ കമന്റുകളും ഒക്കെ തന്നെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ചില കമന്റുകൾ മാത്രം ഒന്ന് വായിക്കാം. നാണമില്ലേ തുമാരു, ഒരു KSRTC ഡ്രൈവറെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ? ഒരു പാർട്ടി മൊത്തം കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. എന്തിന്? ആര് മോളെ സംരക്ഷിക്കാൻ? എന്നിട്ടങ്ങ് മേയറമ്മ ചെയ്ത തെറ്റിനെ കുറിച്ച് പറയുന്നില്ല. എനിക്ക് മനസ്സിലാവാത്തത്, ഇത്രയും വലിയ പദവിയിലുള്ള നിങ്ങളൊക്കെ എന്താ ഈ കാണിക്കുന്നേ? രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ മടിച്ച വിദൂഷക വേഷം എന്തിന് കെട്ടുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഏതായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തുമാരുകുടി അടക്കമുള്ളവർ ഇതിനെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം, അതായത് ഡ്രൈവർക്കെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കണ്ടുവരുന്നത്. ഡ്രൈവർക്കെതിരെ നിൽക്കുമ്പോൾ അത് ശരിക്കും മേയർ ആര്യ രാജേന്ദ്രനെ പിന്തുണയ്ക്കാൻ വേണ്ടി തന്നെയാണുള്ളത്. നേരത്തെ നടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോൾ നടിക്കുണ്ടായ ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ്, അല്ലെങ്കിൽ അതായത് കോർപ്പറേഷന്റെ ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും അന്ന് താനാണോ വണ്ടി ഓടിച്ചതെന്ന് തനിക്ക് ഓർമ്മയില്ല എന്നായിരുന്നു യദു പറഞ്ഞിരുന്നത്. എന്നാൽ അന്നത്തെ ഡ്രൈവർ യദു തന്നെ ആയിരുന്നു എന്നാണ് ഇപ്പോൾ KSRTC റിപ്പോർട്ട് വരുന്നത്. ഇപ്പോൾ ഓർമ്മ വന്ന് കാണും അല്ലേ യദു എന്നാണ് ഇപ്പോൾ നടി ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും സംഭവബഹുലമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലും തോറും. ആരൊക്കെയാണോ യദുവിന്റെ പക്കൽ നിന്നത് അവരൊക്കെ ഇപ്പോഴും യദുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല.